ടാബി തമാരക്ക് എക്സ്ട്രാ ചാർജ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് കമന്റ് വരുന്നത്. ഒരുപാട് വീടിന് ചുവട്ടിൽ ഈ ചോദ്യം കാണുന്നുണ്ട്. എക്സ്ട്രാ ചാർജ് പല ആളും പറയാറില്ല. കാരണം ഇതിന്റെ പിന്നിലൊക്കെ ചിലപ്പോൾ വളഞ്ഞു മൂക്ക് പിടിച്ചിട്ടൊക്കെ ചില ആൾ മറുപടി പറയുക. സ്ട്രൈറ്റ് ആയിട്ട് തന്നെ ഒറ്റ വാക്കിൽ പറയുകയാണ് ഇതിന് എക്സ്ട്രാ ചാർജ് സ്ഥാപനത്തിന്റെ കയ്യിൽ നിന്ന് ടാബ് ഈടാക്കുന്നുണ്ട്. ആ ടാബ് ഈടാക്കുന്ന കാരണത്താൽ എക്സ്ട്രാ വാങ്ങാതെ എത്രയാണ് യുഎന്റെ ഓഫീസ് റേറ്റ് ആ റേറ്റിലാണ് ടാബിൽ തമ്മിലൊക്കെ ഈ പ്രൊഡക്റ്റ് കൊടുക്കുക. ഇതാണ് ഒറ്റ വാക്കിൽ പറഞ്ഞുള്ള ഉത്തരം. എക്സ്ട്രാ ചാർജ് ഞങ്ങൾ എന്നല്ല ഒരു സ്ഥാപനത്തിൽ പോയി കഴിഞ്ഞാൽ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് എക്സ്ട്രാ ചാർജ് വാങ്ങുന്നില്ല. പക്ഷെ നിങ്ങളൊരു പ്രൊഡക്റ്റ് പോകുമ്പോൾ 5100 ദിർഹംസ് ആണ് iPhone 60 Pro Max റേറ്റ്. ആ റേറ്റ് നിങ്ങൾ എത്രയാണ് വിശ്വസിക്കുന്നത് യുഎന്റെ റേറ്റിലാണ് നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റ് വാങ്ങാൻ സാധിക്കുക. അതല്ല നിങ്ങൾ ക്യാഷും കൊണ്ട് വരികയാണെങ്കിൽ നമുക്ക് 4250 ക്യാഷ് ഡിസ്കൗണ്ട് പ്രൈസിൽ ചില സമയത്ത് ഓഫർ ഇടാറുണ്ട്. ആ ക്യാഷ് ഡിസ്കൗണ്ട് പ്രൈസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ക്യാഷ് കൊണ്ട് വന്നാലേ കിട്ടൂ. അതല്ല നിങ്ങൾ ടാബിന് തമാരാകും തേർഡ് പാർട്ടിയാണ്. അപ്പോൾ ഒരു നിശ്ചിത സംഖ്യ എന്തായാലും അതിൽ എക്സ്ട്രാ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓഫീസർ റേറ്റിലേക്ക് നിങ്ങൾക്ക് ക്യാഷ് ഡിസ്കൗണ്ട് കിട്ടൂല. അതേസമയം നിങ്ങൾ എക്സ്ട്രാ കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എത്രയാണോ ഓഫീസർ യുഎന്റെ ഓഫീസർ റേറ്റ് എത്രയാണോ ഒരു പ്രൊഡക്റ്റിന്റെ ആ റേറ്റ് മാത്രം കൊടുത്താൽ മതിയാവും. അതിൽ നിങ്ങൾ അടുത്ത ചോദ്യം ഉണ്ടോ, ചില സൈറ്റിൽ നിങ്ങൾ ഒരു റേറ്റ് കാണുന്നുണ്ട്, അവിടെ നിങ്ങൾ 2 റേറ്റ് ഇല്ല, ഓഫീസർ റേറ്റ് വേറെ ഇല്ല, അതുപോലെ ഡിസ്കൗണ്ട് റേറ്റ് വേറെ ഇല്ല. നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ 10-15% ഓൾറെഡി എക്സ്ട്രാ ആക്കിയിട്ടാണ് അവർ ഓഫർ ഇട്ടിരിക്കുന്നത് ഓൺലൈൻ സൈറ്റിലൊക്കെ. അവിടെ നിങ്ങൾ പോയാൽ കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ വാങ്ങുന്ന കട എത്രയോ വില കുറച്ചിട്ടായിരിക്കും ഞങ്ങളെ പോലത്തെ സ്ഥാപനങ്ങൾ പോയി ക്യാഷ് ഡിസ്കൗണ്ട് ഓഫർ ഇടുക. അതാണ് ഈ 2 വില വ്യത്യാസം വരുന്നത്. ഇതാണ് ഇതിന്റെ പിന്നിലെ രഹസ്യം. ഇനിയും നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടാം. സമയം കിട്ടുമ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും